ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായത്? ഉത്തരം സഞ്ജോഗ് ഗുപ്ത. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ആനന്ദ്, ഗുജറാത്ത്. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ? ഉത്തരം റെയിൽ വൺ. 2025 17-ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്? ഉത്തരം റിയോ ഡി ജനീറോ, ബ്രസീൽ. പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി? ഉത്തരം സർപ്പപാഠം പദ്ധതി. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പേര്? ഉത്തരം സാവിത്രിഭായ് ഫുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത? ഉത്തരം ലഫ്റ്റനന്റ് ആസ്ത പുനിയ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനം? ഉത്തരം ശുചിത്വ ഐ. ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂർണമെൻറ്റിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത്? ഉത്തരം ഡി ഗുഗേഷ്. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളി? ഉത്തരം അനിൽ മേനോൻ. ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ? ഉത്തരം INS തമാൽ. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയത് എവിടെ? ഉത്തരം നെടുവത്തൂർ, കൊട്ടാരക്കര. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ തുടങ്ങുന്നത്? ഉത്തരം നോർക്ക. സംരംഭകർക്കും സാങ്കേതിക വിദഗ്ധർക്കുമായി രാജ്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സിംഗപ്പൂരിനടുത്ത് സ്വകാര്യ ദ്വീപ് വാങ്ങിയ ഇന്ത്യൻ അമേരിക്കൻ വ്യവസായ സംരംഭകൻ? ഉത്തരം ബാലാജി ശ്രീനിവാസൻ. 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത്? ഉത്തരം തായ്ലാൻഡ്. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം? ഉത്തരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരു.